നമ്മുടെ മാവ് ഇപ്രാവശ്യം ഭ്രാന്തെടുത്ത പോലെ പൂത്തുണ്ട് കേസ്. ഞങ്ങളത് വെട്ടാൻ തീരുമാനിച്ചിട്ട് പോകാം. വെട്ടലേ വെട്ടലേ എന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. നിറച്ചങ്ങോട്ട് മാങ്ങണ്ടായിട്ടുണ്ട്. ഏകദേശം ചെരിഞ്ഞ് നിലമുട്ടാറായിട്ടുണ്ട്. കാരണം നമുക്കത് സിമ്പിളായിട്ട് ഇങ്ങനെ കൈയരിച്ച് മാങ്ങ പിടിക്കാം. തോട്ടിയിടാൻ യാതൊരു ആവശ്യമില്ല കേസ്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നതൊന്നുമല്ല, നമ്മൾ ഇന്നും മാങ്ങ വെച്ചിട്ടൊരു കറിയാണ് ഉച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി 2 മാങ്ങ പൊട്ടിച്ചിട്ട് വന്നു. പിന്നെ എന്താ, അത് നന്നായിട്ട് അങ്ങോട്ട് കഴുകി അതിൻ്റെ ചുണയൊക്കെ കളഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ തോലൊക്കെ ചെത്തി നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ ഈ കറിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചട്ടി വെച്ചു. ആ കഷ്ണങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെല്ലാം നമ്മൾ ഈ കറിയിലേക്കാണ്ട് കറിയല്ലല്ലോ മാങ്ങയിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിടുക, മഞ്ഞപ്പൊടിയുടെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പുക, അത്ര തന്നെ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകി വെച്ച പോരല്ലോ, അത് അരച്ചെടുക്കണ്ടേ. അപ്പോൾ നമ്മളിത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അതൊക്കെ ആവശ്യമുള്ളൊരു ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ രൂപത്തിൽ അരിഞ്ഞ് കിട്ടുക, ഈ കളറും വരും. അപ്പോൾ അരിഞ്ഞ് കിട്ടുന്നല്ല, അരച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് കറിയിലേക്ക് വീണ്ടും കറിയല്ല, ആ മാങ്ങയിലേക്ക് നേരെ ഇടുന്നു. പിന്നെ നന്നായി യോജിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആ ജാറ് കഴുകി ആദ്യം ഒഴിച്ചു. പിന്നെ വീണ്ടും കുറച്ച് വെള്ളം കൂടി വെച്ചു. പിന്നെ ദേ നേരെ അടുപ്പത്ത് കയറ്റുക. ഇങ്ങനെ തിളച്ച് വരും. അവസാനം ഈ ഒരു പരുവത്തിൽ വറ്റി കിട്ടുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കറിയിലേക്ക് ഉള്ളി കാച്ചുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചീഞ്ചട്ടി വയ്ക്കുക, ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇടുക, കുറച്ച് ഓയിൽ വയ്ക്കുക. പിന്നെ അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ, അതൊക്കെ എല്ലാവർക്കും അറിയണത്, മൂപ്പിച്ചെടുക്കുക. പിന്നെ നേരെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് തട്ടുക. അതോടുകൂടി നമ്മുടെ കറിയുടെ പണി അവിടെ ഏകദേശം തീരുട്ടാ. അപ്പം നമ്മൾ മൂപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതേ മൂത്ത് അവസാനം അതേ കറിയിലേക്കുള്ള പരിവായപ്പോൾ നമ്മൾ നേരെ കറിയിലേക്ക് ഒഴിച്ചിട്ടാ. ഇതോടുകൂടി നമ്മുടെ കറിയുടെ പരിപാടി ഏകദേശം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ടിട്ടൊരു കറി മാത്രമായി കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴുങ്ങിയ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ടാലാണ് നമ്മുടെ ഈ കറി സെറ്റ് ആവത്തുള്ളൂ. മുട്ടയും കൂടി ഇട്ടാൽ പിന്നെ ഇതിനെ മുട്ടക്കറി എന്നും കൂടി വിളിക്കാമല്ലോ. മാങ്ങിയിട്ട് വെച്ച മുട്ടക്കറി. എങ്ങനെയുണ്ട് ഗൈസ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. ഞാൻ മുട്ട ഇതിലേക്ക് എന്താ ഗൈസ് ഇടാത്തത്? ഇതിൻ്റെ വീഡിയോ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. കണ്ടോളൂ ഗൈസ്, എൻ്റെ കറി നന്നായി കണ്ടോളൂ. അപ്പോഴേക്കും നമ്മുടെ മുട്ട വരും ഗൈസ്. അതെ നമ്മുടെ മുട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട നേരെ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ശരിയാവില്ല. നമ്മളിത് ഇങ്ങനെ മുറിച്ച് തന്നെയല്ലേ പറയാതെ, മുറിച്ച് 2 പീസാക്കി ഇതിലേക്ക് ഇടുക. 2 മുട്ടയുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് 4 പീസ് കിട്ടുക ഗൈസ്. പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ കിടക്കുമ്പോൾ ഭംഗിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കറിയൊക്കെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ ആ കറിയിൽ അതിങ്ങനെ മുങ്ങി സെറ്റായി വരും. അപ്പോൾ നമ്മുടെ കറി സെറ്റ്. ഇനി ഇത് മാത്രം പോരാ ഗൈസ്, ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണത വരുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നു. ഉണക്കമീൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണക്കമീനും കൂടി വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണക്കമീൻ ഇങ്ങനെ മുരിഞ്ഞിരുന്നാലാണ് ടേസ്റ്റ്. അപ്പോൾ അതും സെറ്റാക്കി. പിന്നെ നമ്മളെന്താ പ്ലേറ്റ് വെച്ചു, കറി വെച്ചു, മീൻ വെച്ചു, പിന്നെ കുറച്ച് പുളിയിഞ്ചി, പപ്പടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.